So we have defined the continuous random variables and their probability function. And as I said, the probability function is defined using this probability of an interval. So probability of x taking values between a and b should be given by the integral of a function, integral f of x dx from a to b. In that case, we call this f of x as the probability function of the continuous random variable capital X. Now it is time to see an example. Okay, so the simplest example is that of a constant function, and you know that the zero function doesn't satisfy this condition because what happens with the zero function is that the area below the zero function is zero, right? Zero function graph x-axis in the same മേലെ കൂടിയാണ് വരിക. അപ്പോൾ area included between the x-axis and zero function is integral minus infinity to infinity f of x dx ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? This is going to be 0. So it is not satisfying the second property. B property വേണ്ട, integral of f of x dx which is equal to area under the graph should be equal to 1 ആയിരിക്കണം. അപ്പോൾ നമ്മുടെ സീറോ ഫംഗ്ഷൻ ഇങ്ങനെയാണ് ഉണ്ടാവുക, ഈ എക്സ് ആക്സിസിന്റെ നേരെ മേലെ കൂടി ഉണ്ടാവുക. അപ്പോൾ ദ ഏരിയ ഇൻക്ലൂഡഡ് വിൽ ബി 0. അപ്പോൾ അതുകൊണ്ട് സീറോ ഫംഗ്ഷൻ പറ്റില്ല. സോ ദ നെക്സ്റ്റ് ഹയർ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ഇസ് ദ കോൺസ്റ്റന്റ് ഫംഗ്ഷൻസ്, റൈറ്റ്? കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, suppose I take a very small constant function, say 0.1 എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ, ഹൈറ്റ് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0.1 എന്ന് എടുത്തു എന്ന് വിചാരിക്കാം ഫോർ ഓൾ എക്സ്. ദെൻ വാട്ട് വിൽ ഹാപ്പൻ ഇസ്, നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി 0.1 ഡി എക്സ് എടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് ഗോയിങ് ടു ബി 0.1 ഈസ് എ കോൺസ്റ്റന്റ്, സോ ഇറ്റ് വിൽ കം ഔട്ട് ആൻഡ് വാട്ട് റിമൈൻസ് ഇസ് ഇൻറ്റഗ്രൽ 1 ഡി എക്സ്. അപ്പോൾ നമുക്ക് 0.1 ഇൻറ്റു എക്സ് ഇവാലുവേറ്റഡ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആണ് വരിക. പക്ഷേ എക്സിനെ നമ്മൾ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് യു ഗെറ്റ് ഇസ് ഇൻഫിനിറ്റി. അപ്പോൾ ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷനും പോസിബിൾ അല്ല, നോൺ സീറോ ആയിട്ട് സീറോ ഫംഗ്ഷനും പോസിബിൾ അല്ല, നോൺ സീറോ കോൺസ്റ്റന്റ് ഫംഗ്ഷനും പോസിബിൾ അല്ല. PDF ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഏരിയ ബിലോ ദ ഫംഗ്ഷൻ വിൽ ബി ഈക്വൽ ടു ഇൻഫിനിറ്റി യു ടേക്ക് എ ഫുൾ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. സോ ദ നെക്സ്റ്റ് ഓപ്ഷൻ ഇസ് ടേക്കിംഗ് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഇൻ സം പെർട്ടിക്കുലർ ഇന്റർവൽ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇന്റർവെല്ലിൽ എന്തെടുക്കുക? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എടുക്കുക, അതിനുശേഷം കംപ്ലീറ്റ് 0 ആയിട്ട് കൊടുക്കുക. സോ ഡിഫൈൻ 0 ഔട്ട്സൈഡ് ആൻഡ് ഇൻ ബിറ്റ്വീൻ ആൻ ഇന്റർവൽ a, b you have to define it as a constant function. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഫംഗ്ഷൻ എടുക്കുമ്പോൾ ഇതിന്റെ കർവ് നമുക്കറിയാം ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ വാല്യൂസ് യൂണിഫോം ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. യൂണിഫോം മീൻസ് ദ സെയിം, ഒരേ പാറ്റേണിൽ വരുന്നതിനാണ് യൂണിഫോം എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പോസിബിൾ വിത്ത് കണ്ടീഷൻസ് ഓൺ ദ വാല്യൂ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുക. സോ ഫോർ ഫിക്സിംഗ് ദി വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ യു നീഡ് ടു സാറ്റിസ്ഫൈ ദി സെക്കൻഡ് കണ്ടീഷൻ ആസ് വെൽ ആസ് ദ ഫസ്റ്റ് കണ്ടീഷൻ. ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് ഒരു ഇന്റർവെല്ലുണ്ട്, ആ ഇന്റർവെല്ല് സേ a, b എന്ന് വിചാരിക്കുക. ഇത് a ആണ്, ഇത് b ആണ്, ആൻഡ് outside this AB, the function should be defined as 0 function, and along this AB or throughout this AB, the function should be represented by a constant function. Okay, and there should be two conditions. One, f of x positive ആയിരിക്കണം, f of x should be greater than or equal to 0, and second condition is integral f of x from minus infinity to infinity this should be equal to 1, right? ഇങ്ങനെ രണ്ട് കണ്ടീഷൻ ആണ് പ്രോബിലിറ്റി ഫംഗ്ഷൻ ആവാൻ വേണ്ടത്. അത് ഏത് റാൻഡം വേരിയബിളിന്റെ പ്രോബിലിറ്റി ഫംഗ്ഷൻ ആവുന്നു എന്നുള്ളത് ആ ഇന്റർവെൽ കണ്ടീഷൻ ഉപയോഗിച്ചിട്ടാണ്. പ്രോബിലിറ്റി ഓഫ് a ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു b ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് a to b f of x dx പ്ലസ് a to b f of x dx ആണോ അല്ലേ എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നോക്കുക. ബട്ട് അത് ഒരു പ്രോബിലിറ്റി ഫംഗ്ഷൻ ആവാനുള്ള മിനിമം റിക്വയർമെന്റ് ഈ രണ്ട് കണ്ടീഷൻസ് ആണ്. ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ പ്രോബിലിറ്റി ഫംഗ്ഷൻ ആയിരിക്കും. അത് ഏതോ ഒരു റാൻഡം വേരിയബിളിന്റെ പ്രോബിലിറ്റി ഫംഗ്ഷൻ ആയിരിക്കും. അത് എക്സാക്ട്ലി എക്സിന്റെ ആവണമെങ്കിൽ ഈ കണ്ടീഷൻ കൂടെ കോയിൻസൈഡ് ചെയ്യണമെന്ന് മാത്രം. ഈ കണ്ടീഷൻ പറയുന്നത് എക്സിന്റെ പ്രോബിലിറ്റി ഫംഗ്ഷൻ സ്മോൾ എഫ് ഓഫ് എക്സ് ആവണമെങ്കിലുള്ള കണ്ടീഷനാണ് ഈ എഴുതിയിരിക്കുന്നത്. ദീസ് ആർ ദി കണ്ടീഷൻസ് റിക്വയർഡ് ഫോർ എ ജനറൽ ഫംഗ്ഷൻ ടു ബി ദി പ്രോബിലിറ്റി ഫംഗ്ഷൻ ഓഫ് സം റാൻഡം വേരിയബിൾ. ഏതോ ഒരു റാൻഡം വേരിയബിളിന്റെ പ്രോബിലിറ്റി ഫംഗ്ഷൻ ആയിരിക്കും ഇത് രണ്ടും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ. നൗ വിൽ സി വാട്ട് ഷുഡ് ബി ദ ഫംഗ്ഷൻ. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഔട്ട്സൈഡ്
എ കോമ ബി ആണ്. എ കോമ ബിയുടെ പുറത്ത് 0യും ആൻഡ് ഇൻസൈഡ് ദിസ് ലെറ്റ് us കോൾ ദിസ് വാല്യൂ, ഈ ഫംഗ്ഷന്റെ കോൺസ്റ്റന്റ് ഹൈറ്റിനെ നമുക്ക് കെ എന്ന് വിളിക്കാം. കെ ഇഫ് എക്സ് ബിലോങ്സ് ടു എ കോമ ബി. എ കോമ ബി ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ കെ എന്നുള്ള വാല്യൂ ആണ്. സോ ദ ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഇസ് കെ. ഇപ്പോൾ കെ പോസിറ്റീവ് ആയിരിക്കണം അല്ലേ, കാരണം എഫ് ഓഫ് എക്സ് വാല്യൂ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഫസ്റ്റ് കണ്ടീഷൻ ഇസ് കെ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. യു കനോട്ട് ഡ്രോ ബിലോ ദി എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന്റെ താഴേക്ക് വരയ്ക്കാൻ പറ്റില്ല. രണ്ടാമത്തത് ഇന്റഗ്രൽ ഫംഗ്ഷൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്തായിരിക്കണം? ദിസ് ഷുഡ് ബി ഈക്വൽ ടു 1. പക്ഷെ ഇവിടെ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയിൽ മൈനസ് ഇൻഫിനിറ്റി തൊട്ടിട്ട് എ വരെ എന്താണ് ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. അതേപോലെ ബി തൊട്ടിട്ട് പ്ലസ് ഇൻഫിനിറ്റി വരെ വാല്യൂ എന്താണ് ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. അപ്പോൾ നമുക്ക് ഈ ഇന്റഗ്രലിനെ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയെ നമുക്ക് 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എ വരെയും പ്ലസ് ഇന്റഗ്രൽ എ ടു ബി വരെയും പ്ലസ് ഇന്റഗ്രൽ ബി ടു ഇൻഫിനിറ്റി വരെയായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. പക്ഷെ ഈ രണ്ട് ഏരിയയിലും ഫംഗ്ഷൻ എന്താണ്? ഈ രണ്ട് റീജിയനിലും ഫംഗ്ഷൻ 0 ആണ്. ഇതും 0 ആണ്, ഇതും 0 ആണ്. Ultimately, this left side integral minus infinity to infinity f of x dx is equal to 0 plus ഇത് എഴുതേണ്ട ആവശ്യമില്ല. ഇന്റഗ്രൽ എ ടു ബി മാത്രമേ വരുന്നുള്ളൂ അല്ലേ, അവിടെ മാത്രമേ ഫംഗ്ഷൻ 0 അല്ലാതിരിക്കുന്നുള്ളൂ. ഇന്റഗ്രൽ എ ടു ബി കെ ഇൻറ്റു ഡി എക്സ് എന്നാണ് വേണ്ടത്, വെർ കെ ഇസ് എ കോൺസ്റ്റന്റ് ടു ബി ഫിക്സ്ഡ്, പ്ലസ് ബാക്കിയുള്ളതും 0 ആണ്. ഓക്കെ, ഇതിന്റെ വാല്യൂ എന്തായിരിക്കണം? 1 ആയിരിക്കണം. ദിസ് ഇസ് സെക്കൻഡ് കണ്ടീഷൻ. സോ ദാറ്റ് ഇംപ്ലൈസ് കെ ഇൻറ്റു ഇത് 1 ഡി എക്സിന്റെ ഇന്റഗ്രൽ ആണ്. അപ്പോൾ എക്സ് വരും. ഇന്റഗ്രൽ ഇവാലുവേറ്റഡ് ഫ്രം എ ടു ബി ഷുഡ് ബി ഈക്വൽ ടു 1. ദാറ്റ് മീൻസ് കെ ഇൻറ്റു എക്സിനെ എ ടു ബി ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ബി മൈനസ് എ വരും അല്ലേ. ബി മൈനസ് എ ഷുഡ് ബി ഈക്വൽ ടു 1 കിട്ടും. സോ കെ ഷുഡ് ബി ഈക്വൽ ടു 1 ബൈ ബി മൈനസ് എ. കെയുടെ വാല്യൂ 1 ബൈ ബി മൈനസ് എ ആകുമ്പോഴേ എന്താവുള്ളൂ, ഈ ഫംഗ്ഷൻ എന്താവുള്ളൂ, ഈ സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഹൈറ്റ് അല്ലെങ്കിൽ ഈ ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് എ ടു ബി ഉള്ള റീജിയനിൽ 1 ബൈ ബി മൈനസ് എ ആയിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാലും മതി, ഇതിന്റെ ലെങ്ത് എത്രയാണ് വരുന്നത്? ദിസ് ലെങ്ത് പ്ലസ് ബി മൈനസ് എ അല്ലേ. ഈ എ തൊട്ട് ബി വരെയുള്ള ലെങ്ത് ബി മൈനസ് എ ആണ്. അപ്പോൾ ഇതിന്റെ ടോട്ടൽ ഏരിയ ബിലോ ദി കർവ് ആണല്ലോ നമ്മൾ പ്രോബബിലിറ്റി ആയിട്ട് വരുന്നത്. ഏരിയ ബിലോ ദി കർവ് എന്ന് പറയുന്നത് ഇവിടെയൊക്കെ 0 ആണ്, ഇവിടെ എല്ലാം 0 ആണ്. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള ഏരിയ, കർവിന്റെ താഴെ ഏരിയ എന്ന് പറയുന്നത് ആക്ച്വലി എ തൊട്ട് ബി വരെയുള്ള ഏരിയ ആണ്. എ തൊട്ട് ബി വരെയുള്ളത് ഒരു റെക്ടാംഗിൾ ആണെന്ന് നമുക്കറിയാം, ഒരു റെക്ടാംഗിൾ ആണ്. അപ്പോൾ റെക്ടാംഗിളിന്റെ ഏരിയ 1 വരണം. അതിന്റെ ലെങ്ത് എത്രയാണ്? ലെങ്ത് ഈസ് ഈക്വൽ ടു ബി മൈനസ് എ ആണ്. അപ്പോൾ ബ്രെഡ്ത്ത് എന്തായേ പറ്റുള്ളൂ? ഏരിയ 1 ആണെങ്കിൽ ലെങ്ത് ബി മൈനസ് എ ആണെങ്കിൽ ബ്രെഡ്ത്ത് ഷുഡ് ബി 1 ബൈ ബി മൈനസ് എ. അതുകൊണ്ടാണ് ഈ ഹൈറ്റ് എന്തായിട്ട് എടുത്തിരിക്കുന്നത്? 1 ബൈ ബി മൈനസ് എ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഫോഴ്സസ് us ടു ഹാവ് k ഈസ് ഈക്വൽ ടു, ഇൻസ്റ്റെഡ് ഓഫ് k യു ഷുഡ് റൈറ്റ്, അപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ ഇവിടെ ഏതെങ്കിലും k പറ്റില്ല, ഇറ്റ് മസ്റ്റ് ബി 1 by b minus a. This should be 1 by b minus a. Okay. That's how we define the uniform distribution. Uniform എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ള വാല്യൂസ് ആണ് ഫംഗ്ഷൻ എടുക്കുന്നത്. Okay, so that's how you get the definition of a uniform distribution. A continuous random variable capital X is said to have a uniform distribution on the interval a comma b if the PDF of the function is f of x equal to the f of x comma a comma b എന്ന് എഴുതിയത് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എഴുതുന്ന പോലെ പ്രോബബിലിറ്റി ഫംഗ്ഷനെ നമ്മൾ ഇത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ രണ്ട് കോൺസ്റ്റന്റ് എഴുതിയിരിക്കുന്നത്. എ കോമ ബി എന്ന് എഴുതിയാൽ രണ്ട് കോൺസ്റ്റന്റ് വാല്യൂസിന്റെ ഇടയ്ക്ക് ഫംഗ്ഷൻ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, സോ ഇറ്റ് ഇസ് ആക്ച്വലി ദി എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഇസ് ഡിഫൈൻഡ് ആസ് ഫ്രം എ ടു ബി ദ ഫംഗ്ഷൻ ഷുഡ് ബി 1 ബൈ ബി മൈനസ് എ ആൻഡ് ഔട്ട്സൈഡ് എ ബി ഇറ്റ് ഷുഡ് ബി 0. ഈ ഫംഗ്ഷൻ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും, ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ആൻഡ് എയും ബി നെഗറ്റീവ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബി മൈനസ് എ ഇസ് ഓൾവേസ് പോസിറ്റീവ്, കാരണം എയേക്കാൾ വലുതാണ് ബി എടുക്കുന്നതെങ്കിൽ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ 10 ഇൻ ദി ഇന്റർവൽ 0,10 ആൻഡ് 0 ഔട്ട്സൈഡ്. അപ്പോൾ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? ഈ എക്സാമ്പിളിൽ 1 ബൈ 10 എടുക്കാം. എവിടെ 10 ലെങ്ത്തുള്ള ഏത് ഇന്റർവെല്ലിൽ നിങ്ങൾക്ക് എടുക്കാം. ഫോർ എക്സാമ്പിൾ ഐ ഹാവ് ടേക്കൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10ൽ 1 ബൈ 10 ഡിഫൈൻ ചെയ്യാം, 0 അതർവൈസ് ഡിഫൈൻ ചെയ്യാം. ദെൻ ഇവിടെ 0,10 എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ ദ ഫംഗ്ഷൻ ഓഫ് ഹൈറ്റ് 1 ബൈ 10 gives a uniform distribution. Okay, so that's a very simple definition is applied for this uniform distribution.
ആൻഡ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രോബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 7 എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രാഫിൽ നോക്കിയാൽ പ്രോബിലിറ്റി ഈസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് അല്ലേ. പക്ഷെ നമുക്ക് ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ എഫ് ഓഫ് 7 എന്താ കിട്ടുക? എഫ് ഓഫ് 7 ആണ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 7 എന്നാണല്ലോ നമ്മൾ ഡിസ്ക്രീറ്റ് കേസിൽ പഠിച്ചത്. ഇവിടെ നമ്മൾ ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇത് 0 തൊട്ടിട്ട് 10 വരെയാണെങ്കിൽ 7ന്റെ വാല്യൂ 7ന്റെ ഹൈറ്റ് എത്രയാണ്, അല്ലെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1/10 തന്നെയാണ് അല്ലേ. 1/10 തന്നെയാണ് എഫ് ഓഫ് 7 എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് എഫ് ഓഫ് 7 ഈസ് ഈക്വൽ ടു 1/10 ആണെങ്കിലും ദിസ് ഡസൻറ്റ് ഗിവ് യു വാട്ട് ഇസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 7. എക്സ് 7 എടുക്കാനുള്ള പ്രോബിലിറ്റി എന്തല്ല, ഈവൻ ദോ എഫ് ഓഫ് 7ന്റെ വാല്യൂ 1/10 ആണെങ്കിലും probability that x is equal to 7 is equal to 0, because in this case it is a continuous distribution. അപ്പോൾ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷന്റെ പ്രത്യേകത അത് ഒരു പോയിന്റിന്റെ ഒരു സ്പെസിഫിക് വാല്യൂ എടുക്കാനുള്ള, ഒരു സ്പെസിഫിക് വാല്യൂ മാത്രം എടുക്കാനുള്ള പ്രോബിലിറ്റി എപ്പോഴും 0 ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ ഫംഗ്ഷൻ എക്സാക്ട്ലി എന്തല്ല തരുന്നത്, എക്സ് ഇസ് ഈക്വൽ ടു സി ആവാനുള്ള പ്രോബിലിറ്റി ഫംഗ്ഷൻ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഒരു ഇന്റർവെലിന്റെ ഉള്ളിൽ എടുക്കാനുള്ള പ്രോബിലിറ്റി ആയിരിക്കും നമുക്ക് ഈ ഫംഗ്ഷൻ തരുന്നത്. ഒരു ഇന്റർവെലിന്റെ ഉള്ള വാല്യൂ നമുക്ക് ഈ റിലേഷൻ വെച്ചിട്ട്, അതായത് പ്രോബിലിറ്റി ഓഫ്, ഇപ്പോൾ നമുക്ക് 5 തൊട്ട് 7 വരെ എടുക്കാനുള്ള പ്രോബിലിറ്റി കിട്ടണം എന്ത് ചെയ്താൽ മതി, 5 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 7 വരാനുള്ള പ്രോബിലിറ്റി എടുക്കണമെങ്കിൽ ഇന്റഗ്രൽ എന്ത് ചെയ്താൽ മതി, 5 to 7 എഫ് ഓഫ് എക്സ് ഡി എക്സ് ചെയ്താൽ മതി. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എത്രയാണ്, ഇവിടെ 1/10 ആണ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സിന് വരും 1/10 ഡി എക്സ് കൊടുത്താൽ എന്ത് കിട്ടും, പ്രോബിലിറ്റി ഓഫ് 5 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 7 കിട്ടുന്നതാണ്. ഓക്കെ, so that's why this probability function, even though it is defined at every point, we are not taking as such probability of x equal to 7 from f of x. We can't make any conclusion about f of x at this particular point. അപ്പോൾ f of x ഒരു പോയിന്റിൽ പകരം നമ്മളൊരു ഇന്റർവെല്ലിൽ മാത്രമേ നമുക്ക് ടാലി ആവുള്ളൂ. ഒരു പോയിന്റിലുള്ള പ്രോബിലിറ്റി എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ പ്രോബബിലിറ്റി ഒരു പോയിന്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ഫംഗ്ഷൻ വെച്ചിട്ടല്ല എടുക്കേണ്ടത്, അത് എപ്പോഴും 0 ആയിട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ, ബിഫോർ ദിസ് വിൽ സി വൈ ദ പ്രോബിലിറ്റി അറ്റ് എ പോയിന്റ് ഇസ് 0. ഓക്കെ, നമുക്ക് ഈ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സി, നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് എക്സ് ഈക്വൽ ടു സിയുടെ പ്രോബിലിറ്റി 0 ആണെന്ന് പറഞ്ഞു. ആൻഡ് യു ക്യാൻ റൈറ്റ് ദിസ് എസ് പ്രോബിലിറ്റി ഓഫ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി അല്ലേ. എക്സിന്റെ വാല്യൂ സിക്കും സിക്കും ഇടയ്ക്ക് ആവുമ്പോഴാണല്ലോ എക്സ് ഈക്വൽ ടു സി ആവുന്നത്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇന്റഗ്രൽ സി ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ്, ഇന്റഗ്രൽ സി ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇന്റഗ്രൽ എ ടു എഫ് ഓഫ് എക്സ് ഡി എക്സ് എപ്പോഴും 0 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഓർ ഇൻ ദിസ് കേസ് വാട്ട് ഹാപ്പൻസ് ഇസ്, നമുക്ക് വേണമെങ്കിൽ ഇത് 0 എന്ന് ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഒരു ഇന്റഗ്രൽ എപ്പോഴും കണ്ടിന്യൂസ് ഫംഗ്ഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്കറിയാം. സോ ദാറ്റ്സ് ഈക്വൽ ടു, വാല്യൂവിനെ നമുക്ക് എന്ത് എഴുതാം, ലിമിറ്റ് ഓഫ് ഇന്റഗ്രൽ സി മൈനസ് എപ്സിലോൺ ടു സി പ്ലസ് എപ്സിലോൺ ആയിട്ട് എടുക്കാം. സി മൈനസ് എപ്സിലോൺ തൊട്ട് സി പ്ലസ് എപ്സിലോൺ ആക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, എപ്സിലോണിന് 0ലേക്ക് കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഇതെന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സി എന്ന് പറഞ്ഞ പോയിന്റിൽ പ്രോബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സി മൈനസ് എപ്സിലോൺ, സിയുടെ കുറച്ച് ലെഫ്റ്റ് സൈഡിൽ തുടങ്ങിയിട്ട് സിയുടെ റൈറ്റ് സൈഡ് വരെയുള്ള വാല്യൂസ് എടുക്കുക. എന്നിട്ട് അതിൽ എന്ത് ചെയ്താൽ മതി, എപ്സിലോണിന് ചെറുതാക്കി കൊണ്ടുവന്നാൽ മതി. യു നീഡ് ടു മിനിമൈസ് യുവർ എപ്സിലോൺ ആൻഡ് മേക്ക് ഇറ്റ് അപ്രോച്ചിങ് ടു 0. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, ഏരിയ ബിലോ ദി കർവ് ആണല്ലോ വരുന്നത്. അപ്പോൾ ഏരിയ ബിലോ ദി കർവ് എന്ന് പറയുമ്പോൾ ഈ എപ്സിലോൺ വലുതായിരിക്കുമ്പോൾ ഒരു ഏരിയ ഉണ്ടാവും, ഈ ഏരിയ ഉണ്ടാവും. ആൻഡ് നൗ വാട്ട് യു ആർ ഡൂയിങ് ഇസ് യു ആർ മേക്കിംഗ് എപ്സിലോൺ വെരി സ്മോൾ. എപ്സിലോൺ ചെറുതാക്കുന്നതനുസരിച്ച് എന്താവും, ഈ ഏരിയ ബിലോ ദി കർവ് എന്ന് പറയുന്നത് എത്രയാവും അല്ലെ, ചെറുതായി. വീണ്ടും എപ്സിലോണിനെ 0ലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ ഏരിയ ബിലോ ദി കർവ് എന്ന് പറയുന്ന ഒരു ലൈൻ മാത്രമായിട്ട് മാറും അല്ലെ. അറ്റ് സി, സ്പെസിഫിക് സി എടുക്കുമ്പോൾ വാട്ട് യു ഗെറ്റ് ഈസ് എ സ്ട്രേറ്റ് ലൈൻ, ഒരു ലൈൻ മാത്രമാണ് കിട്ടുക. അപ്പോൾ ഒരു ലൈനിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ദറ്റ്സ് ഈക്വൽ ടു 0. അതാണ് ഈ ഇതിന്റെ മീനിങ്. ഇന്റഗ്രൽ സി ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് റെപ്രസെന്റിങ് ദി ഏരിയ ബിലോ ദി പോയിന്റ് സി. ഒരു പോയിന്റിന്റെ താഴെ ഏരിയ എന്ന് പറയുന്ന ഒരു ലൈനിന്റെ ഏരിയ ആയിരിക്കും. ഒരു ലൈനിന്റെ ഏരിയ വിഡ്ത്ത് 0 ആണ്. വിഡ്ത്ത് 0 ആയിട്ടുള്ള ഒരു ലൈനിന്റെ ഏരിയ എന്താണ്, 0 ആണ്. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത്. ഓക്കെ, സോ പ്രോബിലിറ്റി ഓഫ് അറ്റ് എ കോൺസ്റ്റന്റ് പോയിന്റ് ഈസ് ഈക്വൽ ടു 0. സോ ദ ഏരിയ ബിലോ ദി കർവ് ടെൻസ് ടു 0 ഇഫ് ദി വിഡ്ത്ത് ഗെറ്റ്സ് റെഡ്യൂസ്ഡ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ അതുകൊണ്ടാണ് ഏരിയ കണ്ടുപിടിക്കും. എന്നിട്ട് ഏരിയയിൽ എപ്സിലോൺ ചെറുതായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ what you are doing is you are minimizing the points, the interval into a point. സി മൈനസ് എപ്സിലോൺ സി പ്ലസ് എപ്സിലോൺ എന്ന് പറഞ്ഞ ഇന്റർവെലിനെ നമ്മൾ എന്താക്കിയിട്ട് മാറ്റുന്നു, എപ്സിലോണിനെ 0ലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇന്റഗ്രൽ സി ടു സി കിട്ടും. അത് ഏരിയ ബിലോ ദി കർവ് ആണ്, പക്ഷെ ഏരിയയുടെ വിഡ്ത്ത് 0ലേക്കാണ് പോകുന്നത്. അപ്പം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലോ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റെക്ടാങ്കിൾ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ താഴെ ഏരിയ എന്ന് പറയുന്നത് 0 ആയിക്കൊണ്ടിരിക്കും. ദാറ്റ്സ് വൈ യു ഗെറ്റ് ദിസ് ഇസ് ഈക്വൽ ടു 0.
So now let us see what is probability of A less than or equal to X less than or equal to B, and this can be written as probability of A strictly less than X. ഞാൻ എടുത്തിരിക്കുന്ന A ലെസ് ദാൻ or equal to X ലെസ് ദാൻ or equal to B നമുക്കറിയാം. അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടെണ്ണാക്കാൻ പറ്റും. പ്രോബിലിറ്റി ഓഫ് A സ്ട്രിക്ട്ലി ലെസ് ദാൻ X ലെസ് ദാൻ or equal to B പ്ലസ് പ്രോബിലിറ്റി ഓഫ് X ഈക്വൽ ടു A നമ്മൾ സ്പെഷ്യലായിട്ട് മാറ്റി നിർത്തി. ഇതിന്റെ പ്രോബിലിറ്റി എത്രയാണ്? 0 ആണ് നമുക്കറിയാം അല്ലേ. പ്രോബിലിറ്റി അറ്റ് X ഈക്വൽ ടു കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു 0. Therefore this is exactly same as, അപ്പോൾ ഇതിന്റെ വാല്യൂ 0 ആയി പോയതുകൊണ്ട് ഇതിന് ഈക്വൽ ആയിരിക്കും A ലെസ് ദാൻ or equal to X ലെസ് ദാൻ or equal to B യുടെ വാല്യൂ പ്രോബിലിറ്റി ഓഫ് A ലെസ് ദാൻ X ലെസ് ദാൻ or equal to B യുടെ വാല്യൂ സെയിം ആയിരിക്കും. ഇത് രണ്ടും സെയിം ആയിരിക്കും. അതായത് എൻ പോയിന്റ്സിന് മീനിങ് ഇല്ല എന്നർത്ഥം. അതേപോലെ തന്നെ ആയിരിക്കും ഇത് എന്തായിട്ട് എടുക്കാം നമുക്ക് പ്രോബിലിറ്റി ഓഫ് A സ്ട്രിക്ട്ലി ലെസ് ദാൻ X സ്ട്രിക്ട്ലി ലെസ് ദാൻ B ആയിട്ട് എടുക്കാം. കാരണം ഇവിടെ എന്താ ഉള്ളത്? ഒരു എക്സ്ട്രാ പോയിന്റ്, എക്സ്ട്രാ X ഈക്വൽ ടു B യുടെ പ്രോബിലിറ്റി മാത്രമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് എപ്പോഴും 0 ആയിരിക്കുമല്ലോ. പ്രോബിലിറ്റി ഓഫ് X ഈക്വൽ ടു B എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് ഈ പ്രോബിലിറ്റിയും സെയിം ആയിരിക്കും. കാരണം ഇതിനെ നമുക്ക് ഇതിന്റെ കൂടെ പ്രോബിലിറ്റി ഓഫ് X ഈക്വൽ ടു B കൂടെ ചേർത്താൽ ഇത് കിട്ടും. അതുകൊണ്ടാണ്. അപ്പൊ ഇതെല്ലാം അപ്പൊ ഈ എൻ പോയിന്റ്സിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. ഇന്റഗ്രൽ പഠിക്കുമ്പോഴും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇന്റഗ്രൽ അറ്റ് ആൻ എൻ പോയിന്റ് ഡസൻ മാറ്റർ. അതിന് യാതൊരു സ്പെഷ്യാലിറ്റിയും ഇല്ല. ഇപ്പൊ പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ എ എന്ന് പറയുന്നതും പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് പറയുന്നതും എല്ലാം സെയിം ആയിരിക്കും. കാരണം ഇതിന് കൂടെ എക്സ്ട്രാ ഒരു പോയിന്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. അതിന്റെ പ്രോബിലിറ്റി 0 ആയിരിക്കുന്നുണ്ട്. സോ ഇറ്റ് ടെൽസ് ദാറ്റ് ദ പ്രോബിലിറ്റി അറ്റ് ആൻ എൻ പോയിന്റ് ക്യാൻ ബി നെഗ്ലെക്റ്റഡ്. ഓക്കെ, so you can X follows a uniform distribution -2, 8. അപ്പോൾ നമ്മുടെ ഇന്റർവെൽ ഇതാണ് 0, ഇത് -2, ഇത് 8. അപ്പോൾ f of x എന്തായിരിക്കണം? f of x should be find the probability function of the uniform distribution ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ പ്രോബിലിറ്റി ഫംഗ്ഷൻ എന്തായിരിക്കും? 1/8 - -2 ആയിരിക്കും. 8 - -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. ഓക്കെ, -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 8 എന്നോ അല്ലെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നോ എഴുതാം. 0 ഔട്ട്സൈഡ്, അതർവൈസ് that is the probability function. The probability of x less than 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? That's same as probability of -infinity less than x less than 0 ആണ് അല്ലെ. x less than 0 എന്ന് പറഞ്ഞാൽ x can go up to -infinity. This can be written as integral -infinity തൊട്ടിട്ട് -2 വരെ ഒരു ഇന്റർവൽ ആയിട്ട് എടുക്കാം, പ്ലസ് ഇന്റഗ്രൽ -2 തൊട്ടിട്ട് 0 വരെ സെക്കൻഡ് ഇന്റർവൽ ആയിട്ട് എടുക്കാം. ആൻഡ് ഈ ഇന്റർവെലിലെ ഫംഗ്ഷന്റെ വാല്യൂ എന്തായിരിക്കും? -2ന്റെ പുറത്തേക്ക് താഴേക്ക് ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. ആൻഡ് ഇവിടെ ഫംഗ്ഷന്റെ വാല്യൂ നമുക്കറിയാം -2 തൊട്ട് 8 വരെ ഫംഗ്ഷന്റെ വാല്യൂ 1/10 ആണ്. ഇത് 1/10 വരും, dx വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു 1/10 കോൺസ്റ്റന്റ് ആണ്. 1/10 ഇൻറ്റു എക്സ്, 1ന്റെ ഇന്റഗ്രൽ എക്സ് ആണ് വരിക. ഫ്രം -2 ടു 0 എടുക്കുക. സോ ദാറ്റ്സ് ഈക്വൽ ടു 1/10 ഇൻറ്റു -2 - 0 എന്ന് കിട്ടും. സോറി, -2 ടു 0 - -2 എന്ന് കിട്ടും. 0 - -2 എന്ന് കിട്ടും. That's equal to +2 അല്ലേ. 2/10 എന്ന് കിട്ടും. So 2/10 is this probability. And what is probability of x less than or equal to 0? This is actually probability of x strictly less than 0 plus probability of x equal to 0 അല്ലേ. And x equal to 0, ഒരു പെർട്ടിക്കുലർ വാല്യൂലെ പ്രോബിലിറ്റി എപ്പോഴും 0 ആയിരിക്കുന്നുണ്ട്. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? x less than or equal to 0യുടെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് x less than 0യുടെ പ്രോബിലിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതും എന്ത് തന്നെയായിരിക്കും? 2/10 തന്നെയായിരിക്കും. -3 തൊട്ടിട്ട് 4 വരെയുള്ള പ്രോബിലിറ്റി കാണാൻ എന്ത് ചെയ്താൽ മതി? -3 തൊട്ടിട്ട് -2 വരെ പ്രോബിലിറ്റി എന്താണ്? 0 ആണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? സ്റ്റാർട്ട് ചെയ്യുന്നത് -2 സ്റ്റാർട്ട് ചെയ്താൽ മതി. കാരണം -3 തൊട്ടിട്ട് -2 വരെയുള്ള പ്രോബിലിറ്റി 0 ആണ്. അപ്പോൾ -2 തൊട്ടിട്ട് 4 വരെ എടുക്കുക. 1/10 f of x എഴുതി, dx എന്ന് എഴുതി. സോ ദാറ്റ്സ് ഈക്വൽ ടു 1/10 ഇൻറ്റു 4 - -2 6 എന്ന് കിട്ടും. 6/10 വരും. സിമിലർലി യു ക്യാൻ റൈറ്റ് പ്രോബിലിറ്റി ഓഫ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറയുന്നത് 1 ഇവിടെയും 5 ഇവിടെയാണ് വരുന്നത് അല്ലേ. ഇതിന്റെ ഇടയ്ക്ക് ഫംഗ്ഷന്റെ വാല്യൂ 1/10 ആണ്, പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് ഇന്റഗ്രൽ 1 to 5 1/10 dx ചെയ്താൽ മതി. ദാറ്റ്സ് ഈക്വൽ ടു 1/10 ഇൻറ്റു 5 - 1 4 എന്ന് കിട്ടും. അപ്പോൾ 4/10 ആണ് ആൻസർ വരിക. ആൻസർ ഓഫ് ദിസ് വൺ. ഓക്കെ, താങ്ക് യു.